നമ്മുടെയൊക്കെ ഉള്ളിലൊരു ചോദ്യമില്ലേ, നമ്മളെത്ര തിരക്കിലായാലും ഇടയ്ക്കിടെ മനസ്സിൽ വരുന്ന ഒന്ന്. സാധാരണ നമ്മളതങ്ങ് മാറ്റിവെക്കും. പക്ഷെ ചിലപ്പോ ഒരു യാത്രയ്ക്കിടയിലോ അല്ലെങ്കിൽ രാത്രിയുടെ നിശബ്ദതയിലോ ആ ചോദ്യം മെല്ലെ പൊങ്ങിവരും. ഇതാണോ എല്ലാം? എന്തോ ഒന്ന് കുറവുള്ളതുപോലെ. എന്താണിത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ വർഷങ്ങളെടുത്ത് പഠിക്കുന്നു, നല്ലൊരു ജോലി, സ്നേഹബന്ധങ്ങൾ, ഒരു വീട്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മുടെ ജീവിതം ഒരുപക്ഷെ പെർഫെക്റ്റായി തോന്നാം, അല്ലേ? പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആരും കാണാതെ ഒരുതരം ശൂന്യത അനുഭവപ്പെടാറില്ലേ? എത്രയൊക്കെ നേടിയാലും നികത്താൻ പറ്റാത്ത എന്തോ ഒന്ന്. എന്തുകൊണ്ടാണ് പുറമേയുള്ള ഈ വിജയങ്ങൾക്കൊന്നും നമ്മുടെ ഉള്ളിലെ ആ ആഴത്തിലുള്ള ദാഹം ശമിപ്പിക്കാൻ കഴിയാത്തത്? അപ്പോ ഒരു നിമിഷത്തേക്ക് നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? ഈ തോന്നലിന്റെ കാരണം നമ്മളല്ലെങ്കിലോ? നമ്മളെന്തെങ്കിലും തെറ്റായി ചെയ്യുന്നതുകൊണ്ടോ നമുക്കെന്തെങ്കിലും കഴിവില്ലാത്തതുകൊണ്ടോ അല്ല ഈ ശൂന്യതയെങ്കിലോ? ഒരു പക്ഷേ ഈ പ്രശ്നത്തിന്റെ വേരുകൾ നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ള മറ്റെവിടെയെങ്കിലും ആണെങ്കിലോ? ഒരുപക്ഷെ ഇതിന്റെയൊക്കെ കാരണം നമ്മൾ ആരാണെന്നതിനെപ്പറ്റി നമുക്ക് തന്നെയുള്ള ഒരു അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയാണെങ്കിലോ? വളരെ ചെറുപ്പത്തിൽ ഈ ലോകത്തെയും നമ്മളെപ്പറ്റിയും നമ്മൾ പഠിച്ചുവച്ച ചില കാര്യങ്ങളിൽ എവിടെയോ ഒരു പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈയൊരു സാധ്യതയാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ അസ്വസ്ഥതയുടെ മൂലകാരണം കണ്ടെത്താനുള്ള ഒരു യാത്ര. നമ്മൾ ജനിച്ചു വീഴുന്ന ആ നിമിഷം തൊട്ട് നമ്മളറിയാതെ തന്നെ ഒരു വേർതിരിവ് പഠിക്കുകയാണ്. ഇത് ഞാൻ, എന്റെ ശരീരം, എന്റെ ചിന്തകൾ, എന്റെ വികാരങ്ങൾ. അത് പുറം ലോകം, മറ്റുള്ളവർ, മറ്റു സാധനങ്ങൾ. ഈ ഞാൻ, മറ്റുള്ളവ എന്ന അതിർവരമ്പ് നമ്മുടെയൊക്കെ ഒരു അടിസ്ഥാന ചിന്തയായി മാറുന്നു. ഈ വേർതിരിവാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു ഒറ്റപ്പെടലിനും ഒരു തരം ദുർബലതയ്ക്കും കാരണം. ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം, നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള സത്ത, അതൊരു ശാന്തമായ സമുദ്രം പോലെയാണ്. മാറ്റമില്ലാത്ത, നിശ്ചലമായൊരു അവബോധം. പക്ഷേ നമ്മൾ നമ്മളെത്തന്നെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ, അതായത് നമ്മുടെ മനസ്സ്, അത് കൊടുങ്കാറ്റുള്ളൊരു കടല് പോലെയാണ്. ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഓർമ്മകളും എല്ലാം കാരണം എപ്പോഴും ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന്. ശാന്തമായ ഒന്നിനെ എപ്പോഴും അശാന്തമായ ഒരു ഉപകരണം വെച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നതിലെ ഒരു വിരോധാഭാസം കണ്ടോ? ഈ ആശയം എത്ര മനോഹരമായാണ് ഈ ഉദ്ധരണിയിൽ പറയുന്നത്, അല്ലേ? നമ്മുടെ യഥാർത്ഥ സ്വരൂപം എപ്പോഴും അവിടെയുണ്ട്, ഒരു തെളിഞ്ഞ ആകാശം പോലെ. പക്ഷെ നമ്മുടെ മനസ്സാകുന്ന തടാകത്തിലെ ഓളങ്ങൾ ആ പ്രതിബിംബത്തെ വികലമാക്കുന്നു, ഇളക്കിമറിക്കുന്നു. നമ്മളെ ഇളകിക്കൊണ്ടിരിക്കുന്ന പ്രതിബിംബത്തെ നോക്കി ഇതാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു തുടങ്ങുന്നതിനു മുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ആദ്യം ആ ഇളകിമുറിയുന്ന മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം. അതിലെ കലങ്ങിയ വെള്ളം തെളിയാൻ നമ്മൾ സമയം കൊടുക്കണം. ഈ തയ്യാറെടുപ്പിനെക്കുറിച്ചാണ്, ആ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മളിനി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ആന്തരികമായ സ്വാതന്ത്ര്യം നേടിയ ജ്ഞാനികളിൽ കാലങ്ങളായി കണ്ടുവരുന്ന 5 പ്രധാന ഗുണങ്ങളുണ്ട്. ഇവയെ നമ്മൾ പാലിക്കേണ്ട കർശനമായ നിയമങ്ങളായിട്ടൊന്നും കാണേണ്ട. മറിച്ച് നമ്മുടെ മനസ്സിനെ കൂടുതൽ പക്വതയും തെളിമയുമുള്ളതാക്കാൻ സഹായിക്കുന്ന വഴികാട്ടികളായി, നമുക്ക് പതുക്കെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കാവുന്ന ചില ആദർശങ്ങളായി കാണാം. അപ്പോൾ ഈ 5 വഴികാട്ടികൾ ഇവയാണ്: വിവേകം, വൈരാഗ്യം, ഒരു 6 തരം മാനസിക അച്ചടക്കങ്ങൾ, മുമുക്ഷുത്വം, അതായത് സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു തീവ്രമായ ആഗ്രഹം, പിന്നെ ഭക്തി. ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് കട്ടിയായിട്ട് തോന്നാം. പക്ഷെ പേടിക്കേണ്ട, നമുക്ക് ഓരോന്നായി എടുത്ത് അത് നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ മാറ്റുന്നു എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ആദ്യത്തേതാണ് വിവേകം. സിമ്പിളായി പറഞ്ഞാൽ, എന്താണ് സ്ഥിരമായിട്ടുള്ളത്, എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും, അനുഭവങ്ങളും, എന്തിന് നമ്മുടെ ചിന്തകളും വികാരങ്ങളും പോലും ഒരു നദി പോലെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ടുതന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനും നമുക്ക് ശാശ്വതമായ സന്തോഷമോ സുരക്ഷിതത്വമോ നൽകാൻ കഴിയില്ല എന്നൊരു ആഴത്തിലുള്ള തിരിച്ചറിവാണ് വിവേകത്തിന്റെ ആദ്യത്തെ പടി. വിവേകത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ് വൈരാഗ്യം. ഇതിനർത്ഥം എല്ലാം ഉപേക്ഷിച്ചു പോണമെന്നല്ല, മറിച്ച് വസ്തുക്കളോടുള്ള നമ്മുടെ മാനസികമായ ആശ്രയത്വം കുറയ്ക്കുക എന്നതാണ്. ആ ഒരു പ്രത്യേക കാര്യം കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണം എന്ന വാശി ഇല്ലാതാവുക. സമയം അറിയാനാണ് വാച്ച് വേണ്ടതെങ്കിൽ അതിന് വില കൂടിയ വാച്ച് തന്നെ വേണമെന്നില്ലല്ലോ. വസ്തുക്കളുടെ യഥാർത്ഥ ഉപയോഗം മനസ്സിലാക്കി അവയ്ക്ക് നമ്മുടെ സന്തോഷം തീരുമാനിക്കാനുള്ള അധികാരം കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. മൂന്നാമത്തത് ഒരു കൂട്ടം കഴിവുകളാണ്. ഒരു മെന്റൽ ടൂൾ കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ 6 കാര്യങ്ങളുണ്ട്. 1. ശമം, മനസ്സിനെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് ഒഴുകിപ്പോകാൻ വിടാതെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. 2. ദമം, നമ്മുടെ കണ്ണ്, ചെവി പോലുള്ള ഇന്ദ്രിയങ്ങളെ പ്രലോഭനങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം പിൻവലിക്കാനുള്ള കഴിവ്. 3. ഉപരമം, സ്വന്തം കർത്തവ്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക. 4. തിദീക്ഷ,
ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും സുഖദുഃഖങ്ങളെയും സമചിത്തതയോടെ നേരിടാനുള്ള സഹനശക്തി. 5 ശ്രദ്ധ, നമ്മൾ പോകുന്ന ഈ പാതയിലുള്ള ഒരു വിശ്വാസം. അവസാനം സമാധാനം, പഠിക്കുന്ന കാര്യങ്ങളിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താനുള്ള കഴിവ്. 4ാമത്തെ ഗുണമാണ് മുമുക്ഷുത്വം. ഇതൊരു സാധാരണ ആഗ്രഹമല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിനായുള്ള, ഈ പരിമിതികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകാനുള്ള അടങ്ങാത്തൊരു ദാഹമാണ്. ഈ ആഗ്രഹം വരുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ്. കാരണം നമ്മുടെ യഥാർത്ഥ സ്വഭാവം പൂർണ്ണമായും സ്വതന്ത്രമാണ്. ആ സ്വതന്ത്രമായ സത്തയ്ക്ക് ഈ ചെറിയ വ്യക്തിത്വത്തിൻ്റെ തടവറയിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഈ മോചനത്തിനു വേണ്ടി അത് കൊതിക്കുന്നത്. ഈ ദാഹമാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ ഇന്ധനം. അവസാനത്തേതാണ് ഭക്തി. വേദാന്തത്തിൽ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കരുതുന്ന പോലത്തെ അന്ധമായ വിശ്വാസമോ അല്ലെങ്കിൽ വെറും വൈകാരികമായ ആരാധനയോ മാത്രമല്ല, മറിച്ച് സത്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സ്നേഹവും ആദരവുമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഘടനയെയും അതിന്റെ അത്ഭുതങ്ങളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നൊരു ശക്തിയോടൊരു സമർപ്പണ മനോഭാവം നമ്മളിൽ താനേ ഉണ്ടാകും. ഇവിടെ അറിവ് ഭക്തിക്ക് കാരണമാകുന്നു. ഭക്തി അറിവിനെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റുന്നു. ഇതുവരെ നമ്മൾ ഈ 5 ഗുണങ്ങളെയും ഓരോന്നായിട്ടാണ് കണ്ടത്, അല്ലേ? എന്നാൽ ഇവ വെറുമൊരു ലിസ്റ്റ് മാത്രമല്ല. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ഒന്നിനൊന്ന് ശക്തി കൊടുക്കുന്ന ഒരു ജീവനുള്ള സംവിധാനം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവ തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് ഈ പാതയുടെ ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര മനോഹരമായാണിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയുന്ന വിവേകമുണ്ടാകുമ്പോൾ ലോകവസ്തുക്കളോടുള്ള അമിതമായ ആസക്തി സ്വാഭാവികമായി കുറയുന്നു. അതാണ് വൈരാഗ്യം. ഈ വൈരാഗ്യമുള്ളതുകൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക എന്ന അച്ചടക്കം വളരെ എളുപ്പമായി തീരുന്നു. ഈ യാത്ര തുടരാനുള്ള ഊർജ്ജം നൽകുന്നതോ സ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ അടങ്ങാത്ത ആഗ്രഹവും. ഈ പ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോൾ സത്യത്തോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും, അതായത് ഭക്തി, ഒരു പൂവ് വിരിയുന്നതുപോലെ സ്വാഭാവികമായി വളർന്നുവരുന്നു. ഇനി നമ്മളിതിലെ ഏറ്റവും നിർണായകമായ ഒരു തിരിച്ചറിവിലേക്കാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും കരുതും ഈ ഗുണങ്ങളൊക്കെ നേടിയെടുത്ത് കൂടുതൽ മികച്ച ഒരു ആത്മീയ വ്യക്തിയാകാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന്. എന്നാൽ സത്യം നേരെ തിരിച്ചാണ്. ഈ ഗുണങ്ങൾ നമ്മളിലേക്ക് പുതിയതായി ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. മറിച്ച് നമ്മൾ അല്ലാത്തതിനെ, നമ്മുടെ തെറ്റായ ധാരണകളെ, നമ്മുടെ അഹംഭാവത്തെ ഒഴിവാക്കുകയാണ്, ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു നിർമ്മാണമല്ല, ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മൾ ആദ്യം സംസാരിച്ച ആ തടാകത്തിന്റെ ഉപമ ഓർമ്മയില്ലേ? അവിടേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ 5 ഗുണങ്ങളും ചെയ്യുന്നത് ആ തടാകത്തിലെ ഓളങ്ങളെ ശമിപ്പിക്കുക എന്നതാണ്. കാറ്റും കോളുമൊക്കെ അടങ്ങി വെള്ളം കണ്ണാടി പോലെ നിശ്ചലമാകുമ്പോൾ അതുവരെ വികലമായി കണ്ടിരുന്ന ആ പ്രതിബിംബം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തെളിഞ്ഞുവരും. അപൂർണത, ആ സ്വാതന്ത്ര്യം എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കാണാൻ നമുക്ക് തടസ്സമായി നിന്നത് നമ്മുടെ മനസ്സിന്റെ കലക്കം മാത്രമായിരുന്നു. ശരി, ഈ ആശയങ്ങളെല്ലാം കേൾക്കാൻ വളരെ നല്ലതാണ്. പക്ഷെ നമ്മുടെ തിരക്ക് പിടിച്ച ദൈനംദിന ജീവിതത്തിൽ ഇതിനെന്ത് പ്രസക്തിയാണുള്ളത്? ഈ ധാരണകൾ നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ പ്രതികരണങ്ങളെ എങ്ങനെയാണ് മാറ്റുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് ഈ അറിവ് ശരിക്കും പ്രായോഗികമാകുന്നത്. ഉദാഹരണത്തിന്, ജീവിതത്തിൽ ഒരു നിരാശ തോന്നുമ്പോൾ അത് ഫലങ്ങളിലുള്ള നമ്മുടെ അമിതമായ ആശ്രയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അവിടെ നമുക്ക് വൈരാഗ്യം പരിശീലിക്കാം. ഒരു ജോലി വളരെ കഠിനമായി തോന്നുമ്പോൾ അത് നമ്മുടെ സഹനശക്തിയും സ്ഥിരോത്സാഹവും, അതായത് തിദിക്ഷ, വളർത്താനുള്ള ഒരു അവസരമായി കാണാം. മാനസികമായി വല്ലാതെ പിരിമുറുക്കത്തിലായിരിക്കുമ്പോൾ അനാവശ്യ ചിന്തകളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ, അതായത് ദമം പരിശീലിക്കാൻ പഠിക്കാം. ചുരുക്കത്തിൽ ഓരോ വെല്ലുവിളിയും ഈ ഗുണങ്ങൾ വളർത്താനുള്ള ഒരു പരിശീലന കളരിയായി മാറുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ഗുണങ്ങൾ സ്വയം അളക്കാനും കുറ്റപ്പെടുത്താനുമുള്ള ഒരു അളവുകോലല്ല, മറിച്ച് അതൊരു കണ്ണാടിയാണ്. നമ്മുടെ തന്നെ ഏതൊക്കെ ചിന്താരീതികളാണ്, ഏതൊക്കെ ശീലങ്ങളാണ് നമ്മുടെ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നതെന്ന് ഈ കണ്ണാടി സ്നേഹത്തോടെ നമുക്ക് കാണിച്ചു തരും. ഇത് കഠിനമായ ആത്മവിമർശനത്തിനുള്ള വഴിയല്ല, മറിച്ച് സൗമ്യമായ ആത്മപരിശോധനയ്ക്കും സ്വയം മനസ്സിലാക്കാനുമുള്ള ഒരു മാർഗമാണ്. അപ്പോ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്താം. ആ ഉള്ളിലെ ശൂന്യത, അതിന്റെ കാരണം നമ്മളിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട ഭാഗം നഷ്ടപ്പെട്ടതുകൊണ്ടായിരുന്നില്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വരൂപമാകുന്ന സൂര്യനെ ചില മേഘങ്ങൾ മറച്ചിരുന്നു. അത്രമാത്രം. അറിവില്ലായ്മയുടെ, തെറ്റിദ്ധാരണകളുടെ മേഘങ്ങൾ. ഈ ഗുണങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നമ്മൾ ആ മേഘങ്ങളെ പതുക്കെ അകറ്റുകയാണ്. ആ സൂര്യൻ എപ്പോഴും അവിടെ തന്നെ പൂർണ്ണമായി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചിന്ത ബാക്കി വയ്ക്കുകയാണ്. നമ്മളൊരു പ്രശ്നമായി കണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഈ അപൂർണതാബോധം യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമേ അല്ലെങ്കിലോ?
പകരം അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ മറന്നുപോയ ആ പൂർണ്ണതയിലേക്ക് തിരികെ വിളിക്കുന്ന ഒരു വഴികാട്ടിയാണെങ്കിലോ? ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്.